എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നമുക്ക് പഠിക്കാം. ബാ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് ഏത്? കാഞ്ചൻജംഗ. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ്? കാഞ്ചൻജംഗ തന്നെയാണ്. ഹിമാദ്രിയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. അതുപോലെ തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ ഉത്തരവും ഏത് തന്നെയാണ്? കാഞ്ചൻജംഗയാണ്. 5 കൊടുമുടികൾ ചേർന്നാണ് കാഞ്ചൻജംഗ. അതുപോലെ തന്നെ കാഞ്ചൻജംഗ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം. മഞ്ഞിലെ 5 നിധികൾ എന്നാണ് കാഞ്ചൻജംഗ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ 5 കൊടുമുടികൾ എന്തിനേക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്വർണം, വെള്ളി, രത്നങ്ങൾ, ധാന്യങ്ങൾ, പുണ്യ പുസ്തകങ്ങൾ എന്നിവയാണ് ഈ 5 കൊടുമുടികൾ പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ കൊടുമുടികളുടെ അഗ്രത്തിൽ ചവിട്ടരുത് എന്ന് പർവ്വതാരോഹകർക്ക് നിർദ്ദേശം കൊടുക്കുന്ന കൊടുമുടിയും ഏത് തന്നെയാണ്? കാഞ്ചൻജംഗയാണ്. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് നന്ദാദേവി പർവ്വതമാണ്. നന്ദാദേവി പർവ്വതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഒരു ഫോഴ്സ് ജോലിക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഒരു റെക്കോർഡഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾക്കും അഡ്മിഷനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തു.